മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നന്ദഗോവിന്ദം ഭജൻസും ഹിന്ദു മത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കുറെ നെറികെട്ടവന്മാര് കുൽസിത പ്രവർത്തിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്, ഒരു ഉളുപ്പുമില്ലാതെ. അത്തരത്തിലുള്ള ഒരു നെറികെട്ടവനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അബിൻ വർക്കി എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. ഒന്നാം തരം സദ്യ വിളമ്പി അറ്റത്ത് അല്പം നായക്കാഷ്ടം വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സദ്യ മുഴുവൻ നാറ്റിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർ ഒറ്റ ആളിനെ കൊണ്ട് നാട് മുഴുവൻ നാറ്റിക്കും. ശശികലക്കെതിരെ അബിൻ വർക്കി. ഇവനൊക്കെ ഇവന്റെ നിലവാരത്തിനനുസരിച്ചാണ് ഈ പച്ചത്തെറിയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടുള്ളത്. അത് ആ രീതിയിൽ നമ്മൾ മറുപടി പറയുന്നില്ല. പക്ഷെ ഇവനോടൊക്കെ ഒരു വെല്ലുവിളി നടത്താനുണ്ട്. തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കണം. എന്താണ് ശശികല ടീച്ചർ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തു എന്ന് ഈ അബിൻ വർക്കിയെ പോലുള്ള നെറികെട്ടവന്മാര് വിളിച്ചു പറയുന്നത്? എന്ത് നമ്മുടെ കേരളത്തില് ക്രിസ്ത്യൻ മതത്തിനും മുസ്ലിം മതത്തിനുമുള്ള എല്ലാ അവകാശങ്ങളും ഹിന്ദു മതത്തിന് ഇല്ലേ? എന്താണ് ശശികല ടീച്ചർ നന്ദഗോവിന്ദ ഭജൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ഭജന നടന്നു. ആ ഭജനയിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു. അത് അനുചിതമാണ് എന്ന് കൃത്യമായിട്ട് ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ള ഹിന്ദു മത നേതാക്കന്മാർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു. ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടുള്ള ഭജന, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭജന നടത്തുമ്പോൾ അതിൽ ക്രിസ്തീയ ഭക്തിഗാനം ഉൾപ്പെടുത്തുന്നത് അനുചിതമാണ്, അത് ശരിയല്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അനിൽ വിളയിൽ ഉൾപ്പെടെയുള്ള ഹിന്ദു മത നേതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞു, അനിയന്മാരെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടത്തുമ്പോൾ ഭജനയിൽ ഹിന്ദു ഭക്തിഗാനങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞതിൽ എന്ത് വർഗീയത? ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ് മറ്റെവിടെ, മറ്റേത് രീതിയിൽ അവർ എന്തവതരിപ്പിച്ചാലും അത് ഇഷ്ടമുള്ളവരൊന്നും കേൾക്കുന്നതിന് യാതൊരു പ്രശ്നം ആർക്കില്ല. ഇവർ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ്? ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് അനുചിതമാണ്. അതിലെന്തായിട്ട് ഇനി വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ് അബിൻ വർക്കിയോട്. ഈ ഉളുപ്പില്ലായ്മ, ഈ നെറികേടൊക്കെ വിളിച്ചു പറയുന്നതിന് പകരമായിട്ട് ഈ അബിൻ വർക്കി ഒരു ക്രിസ്ത്യാനിയാണല്ലോ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പ്രോഗ്രാം നടത്തുക, ഇതേ ഭജൻസിനെ തന്നെ, ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസിനെ തന്നെ വിളിക്കുക. എന്നിട്ട് അവരോട് ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾ അവിടെ ആലപിക്കാൻ പറയുന്നതിനിടയിൽ ഇവർ ക്ഷേത്രത്തിൽ നിന്ന് ആലപിക്കുന്ന ഒരു ഭജന അവിടെ ഒന്ന് ആലപിക്കാൻ അബിൻ വർക്കി ഒന്ന് സമ്മതിച്ചാൽ മതി. എന്നാൽ ഈ പ്രശ്നമൊന്നുമില്ല. ക്രിസ്ത്യൻ മതവും അതേപോലെ തന്നെ മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ ഈ ഭക്തിയുമായും ആരാധനയുമായി ബന്ധപ്പെട്ടതിലൊന്നും മറ്റൊരു മതത്തിന്റെയും ഉൾപ്പെടുത്താറില്ല. ഇത് വെറുതെ പറയല്ല. ഈ അടുത്ത് നെയ്യാറ്റിൻകര മെത്രാൻ പുറത്തിറക്കിയിട്ടുള്ള ഒരു സർക്കുലറിന്റെ ഒരു ചെറിയ 1-2 ഭാഗം ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ആദ്യത്തെ ഭാഗം, അതായത് സംഗീതത്തിൽ മതമില്ല എന്നൊക്കെയല്ലേ ഇവിടെ ആളുകൾ വിളിച്ചു പറയാറുള്ളത്. ഇത് സംഗീതത്തിൽ മതമില്ല, അതൊരു ഐക്യമാണ് എന്നൊക്കെ പറഞ്ഞ ഇപ്പോ ശശികല ടീച്ചർക്കെതിരെയും ഹിന്ദു മത നേതാക്കന്മാർക്കെതിരെ ഈ നന്ദഗോവിന്ദം ഭജൻസിലെ ആളുകൾ ഉറഞ്ഞു തുള്ളി വരുന്നത്. ഇത് നെയ്യാറ്റിൻകര മെത്രാൻ പുറത്തിറക്കിയിട്ടുള്ളതാണ്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 5ാമത്തെ പോയിന്റ് ആയിട്ടുള്ളതാണ്. കലാപരിപാടികൾ, തിരുനാൾ ആഘോഷങ്ങൾക്കായി പണച്ചിലവുള്ള കലാപരിപാടികൾ പുറമെ നിന്നും കൊണ്ടുവരുന്നത് നിരുത്സാഹപ്പെടുത്തണം. ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മെഗാ ഷോ തുടങ്ങിയ നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ അത്യാവശ്യമെങ്കിൽ തിരുനാൾ സമാപന ദിവസം മാത്രം ബൈബിൾ നാടകം, ക്രിസ്തീയ ഭക്തിഗാനമേള തുടങ്ങിയ ഗുണനിലവാരമുള്ളതും മൂല്യബോധം വളർത്തുന്നതുമായ പരിപാടികളിൽ ഏതെങ്കിലും ഒന്ന് പുറമേ നിന്ന് കൊണ്ടുവരാവുന്നതാണ്. കാണുക നെയ്യാറ്റിൻകര ലത്തീൻ രൂപത പ്രാദേശിക സഭാ നിയമങ്ങൾ. കൃത്യമായിട്ട് പേജിന്റെ എണ്ണൊക്കെ പറയുന്നുണ്ട്. സംഗീതം ഐക്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെ, ഒരുപാട് ആളുകൾ. സംഗീതമൊക്കെ ഐക്യമാണ്, അതൊരു പൊതു പ്രോഗ്രാം ആവുമ്പോൾ, അത് ക്രിസ്ത്യൻ പള്ളികളിൽ നടത്തുമ്പോൾ അവരുടെ ഭക്തിഗാനങ്ങൾ, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടത്തുമ്പോൾ അവരുടെ ഭക്തിഗാനങ്ങൾ, മുസ്ലിമുമായി ബന്ധപ്പെട്ടത് അവരുടെ ഭക്തിഗാനങ്ങൾ.
അപ്പൊ ഹിന്ദു മത നേതാക്കന്മാർ ഇത് പറഞ്ഞാൽ ഇവിടെ അബിൻ വർക്കിയെ പോലുള്ള നെറികെട്ടവന്മാർ ചാടി വരും. ഏത്? കോൺഗ്രസ്സുകാർ മാത്രം. മറ്റൊരു പോയിന്റും കൂടി ഈ നെയ്യാറ്റിൻകര മെത്രാനിറക്കിയിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടിയാണ്. ഇതോടൊപ്പം കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്ത വാദ്യോപകരണങ്ങളായ നെയ്യാണ്ടിമേളം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം തുടങ്ങിയവ കർശനമായും ഒഴിവാക്കേണ്ടതാണ്. മെത്രാനിറക്കിയതാ. ഇതിനൊന്നും നമ്മളാരും ഇതിനൊന്നുമല്ല. നമ്മളിതൊക്കെ എടുത്ത് പറയാനും മെത്രാനിറക്കിയതൊക്കെ പറയാൻ കാരണം എന്താ? ഭജനയുമായി ബന്ധപ്പെട്ട്, നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോ ഹിന്ദു മത നേതാക്കന്മാർക്ക് തീരുമാനിച്ചുകൂടെ ആ ക്ഷേത്രങ്ങളിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർക്കൊരു അഭിപ്രായം പറഞ്ഞാൽ അവരെങ്ങനെയാ വർഗീയവാദികളാവുക? അവരെങ്ങനെയാണ് ഇങ്ങനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് അബിൻ വർക്കിയെ പോലുള്ള ആളുകൾ രംഗത്തെത്തുക? ഇതൊരു മതത്തിന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് അവകാശങ്ങൾ. അപ്പൊ ഹിന്ദു ഇവിടെ ഒരു ശൈലിയുണ്ട് കേരളത്തിൽ. ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു ഐക്യത്തിനൊക്കെ വലിയ രീതിയിൽ ശശികല ടീച്ചർ, അതേപോലെ തന്നെ RV ബാബു, അതേപോലെ തന്നെ ഈ അനിൽ വിളയിൽ, ഇങ്ങനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രതീഷ് വിശ്വനാഥ്, ഇത്തരം ആളുകളൊക്കെ രംഗത്ത് എത്തിയിട്ട് നിലപാട് വിളിച്ചു പറയുമ്പോ അതെങ്ങനെയാ വർഗീയതയാവുന്നത്? ഇവരെന്തു പറഞ്ഞാലും വർഗീയതയോ എന്ന് പറയുന്നതൊന്നും ഇനി നമ്മുടെ കേരളത്തിൽ നടപ്പില്ല. ഒരർക്കില്ലാത്ത വിഷയം അത്. കാരണം ബോധമുള്ള ഒരു പുതുതലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇവിടെ ആരും ഒന്നിനും എതിരല്ല. പക്ഷേ ഒരു മതത്തിന്റെ നേതാക്കന്മാരെങ്ങനെയാ ഇവിടെ വർഗീയവാദികളെന്ന് ഈ അബിൻ വർക്കിയെ പോലുള്ള നിറകെട്ടവന്മാർ വിളിച്ചു പറയും. ഒരു അബിൻ വർക്കി മാത്രമൊന്നല്ല, ഇടതുപക്ഷത്തെയും നേതാക്കന്മാർ മത്സരിക്കാം. കോൺഗ്രസിന്റെ രാജു പി നായർ ഉൾപ്പെടെ മത്സരിക്കാം. ഈ ഒരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട നിലപാട് പറയുമ്പോൾ എങ്ങനെയാ അവർ വർഗീയവാദികൾ എന്ന് പറയാ? മറ്റൊരു കാര്യം എടുത്തു പറയാ, ഒരു തരത്തിലും ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ഒരാളും തള്ളി പറയുന്നില്ല. അവരെ തള്ളി ഈ നന്ദഗോവിന്ദം ഭജൻസിനൊക്കെ എതിരെ അത് അങ്ങനെ അജണ്ട, ഇങ്ങനെ അജണ്ട എന്ന് പറഞ്ഞവരാ ഇപ്പോ നന്ദഗോവിന്ദം ഭജൻസിന് വേണ്ടി രംഗത്തെത്തുന്നത്. അതൊക്കെ നന്ദഗോവിന്ദം ഭജൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഹിന്ദു ഭക്തി ഗാനങ്ങൾ, ഹിന്ദു ഭക്തരായിട്ടുള്ള ആളുകൾ, വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടവർ തന്നെയാ ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്. അവരൊന്നും ഇവരെ തള്ളുകയോ ഒന്നുമല്ല, മറിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തിഗാനങ്ങൾ, ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കട്ടെ എന്ന് ഹിന്ദു മതനേതാക്കന്മാർക്ക് പറയാൻ അവകാശമല്ലേ? ഇനി അബിൻ വർക്കിയോടൊക്കെ പറയാനുള്ളത്, ഇവരൊക്കെ കോൺഗ്രസ്സുകാർ, അതായത് ഈ കേരളത്തിലൊക്കെയുള്ള ഈ കോൺഗ്രസ്സുകാരൊക്കെ നട്ടെല്ലിന് പകരം വാഴപ്പിണ്ടിയാണ് വെച്ചത് എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയ. ഈ അബിൻ വർക്കി ഹിന്ദു മത നേതാക്കന്മാർക്കെതിരെ ഇതുവരെ ഇതുപോലെ ഉറഞ്ഞു തുള്ളിയതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് ഇസ്രായേലിൽ നമ്മളിൽപ്പെട്ട മലയാളികൾ ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. ഇന്നേ വരെയായിട്ട് ഈ പറയുന്ന അബിൻ വർക്കിക്ക് ഇസ്രായേലിന് വേണ്ടി ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഗാസയിലൊന്നും ഒരു മലയാളിയും ജോലിയൊന്നും ചെയ്തില്ല. പലസ്തീനിലുമില്ല, ഈ പറയുന്ന പലസ്തീനിലൊന്നും ഒരു മലയാളിയും ജോലി ചെയ്യുന്നില്ല. ഈ ഇസ്രായേലിന് വേണ്ടി എന്തെങ്കിലും അബിൻ വർക്കി മനുഷ്യത്വം പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ട്? ഗാസയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതേ അബിൻ വർക്കിയും കോൺഗ്രസ് നേതാക്കന്മാരും ഇന്നേ വരെ ഇസ്രായേലിലെ മനുഷ്യത്വം പറഞ്ഞിട്ടില്ല. അപ്പോ ഒരു ഭാഗത്ത് ജിഹാദികൾ രംഗത്തെത്തിയിട്ട് ഇസ്രായേലിനെതിരെ നമ്മളിൽപ്പെട്ട ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിനെതിരെയൊക്കെ പറയുമ്പോൾ അബിൻ വർക്കൊക്കെ വായ പൂട്ടി വെക്കും. അതേസമയം ഹിന്ദു മത നേതാക്കന്മാർക്കെതിരെ ഉറഞ്ഞു തുള്ളി എത്തുന്നതൊക്കെ എത്രത്തോളം നിറകേട അബിൻ വർക്കി എന്നല്ല. ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശികല ടീച്ചറെയും അതുപോലെ തന്നെ ഹിന്ദു മത നേതാക്കന്മാർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന സകലരെയും വെല്ലുവിളിക്കുക. നിങ്ങളുടെ ഈ ചിലക്കലല്ല മലയാളികൾക്ക് കേൾക്കേണ്ടത്. ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളാണെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ള ആള് ക്രിസ്ത്യൻ പള്ളികളിൽ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ ഭക്തിഗീതങ്ങൾ പാടുന്ന സമയത്ത് ഗാനങ്ങളും ഒക്കെ ആലപിക്കുന്നതിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉൾപ്പെടുത്തൂലല്ലോ, അത് നടത്തൂലല്ലോ. മുസ്ലിമുമായി ബന്ധപ്പെട്ടതിൽ നടത്തൂലല്ലോ. അപ്പൊ അതേ അവകാശം ഇവിടെ ഹിന്ദു മതവിശ്വാസികൾക്കുണ്ട്. അപ്പൊ ഈ ചിലയ്ക്കുന്ന ആളുകള് സ്വന്തം മതത്തില് ഇതൊക്കെ ഒന്ന് കാണിക്കുക, എന്നിട്ട് ഈ വെല്ലുവിളിയൊക്കെ ആയിട്ട് രംഗത്തിറങ്ങിയാൽ പോരെ അബിൻ വർക്കി? അപ്പൊ മലയാളികൾ അംഗീകരിക്കും. അല്ലാത്ത അബിൻ വർക്കിയുടെയൊക്കെ ഈ കൊലയൊക്കെ ബോധമുള്ള മലയാളികൾ അങ്ങ് പുച്ഛിച്ചുള്ള അബിൻ വർക്കി എന്നല്ല. ഈ വിഷയത്തിൽ ആരെ എതിർത്താലും ഓരോ ആളുകൾക്കും, അതായത്
മുസൽമാനായിട്ടുള്ള ആളുകൾക്ക് ആരാധനയുണ്ട് അവരവരുടേതായ രീതിയിൽ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾക്ക് ആരാധനയുണ്ട് അവരവരുടേതായ, ഹിന്ദു ആയിട്ടുള്ള ആളുകൾക്ക് ആരാധനയുണ്ട് അത് അവരുടേതായ രീതിയിൽ. അതിൽ വന്ന് ഹിന്ദുമത നേതാക്കന്മാർ എന്തെങ്കിലും പറയുമ്പോൾ അവരെ വർഗീയവാദിയാക്കുന്നതൊക്കെ അങ്ങേയറ്റം ഊളത്തരമല്ലേ? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആരാധന രീതികളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴല്ലേ നമ്മുടെ നാടിൻ്റെ ഐക്യം ഉണ്ടാവുക. അബിൻ വർക്കിയെ പോലെയുള്ള ഇത്തരം ഇടതുപക്ഷത്തുണ്ട് ഇത്തരം ആളുകള് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ചെറ്റത്തരം പറയുമ്പോഴാണ് ഇവിടെ വർഗീയത ഉണ്ടാവുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക.